ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ആൻഡ്രോയിഡിലേക്ക് മാറാൻ പറ്റില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? ആപ്പിൾ ഡാറ്റ ലോക്ക് ചെയ്തു വച്ചിരിക്കുന്നു എന്ന് എല്ലാവരും പറയും. പക്ഷേ iOS 26.3 അപ്ഡേറ്റ് വന്നതോടെ കാര്യങ്ങൾ മാറുകയാണ്. ആപ്പിൾ പുറത്തിറക്കിയ iOS 26.3 അപ്ഡേറ്റ് ഐഫോൺ യൂസേഴ്സിന് ആൻഡ്രോയിഡിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പത്തേക്കാൾ കൂടുതൽ എളുപ്പകരമായിരിക്കുകയാണ് ഇപ്പോൾ. മുമ്പ് എന്തായിരുന്നു പ്രശ്നം? ഐഫോൺ യൂസ് ചെയ്യുന്നവർ ആൻഡ്രോയിഡിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ USB-യിലൂടെ മാത്രമാണ് അവർക്ക് റിലേറ്റബിൾ ആയിരുന്നത്. വയർലെസ് ട്രാൻസ്ഫറേഷൻ വർക്ക് ചെയ്യില്ല. കോണ്ടാക്റ്റ് ആയാലും ഫോട്ടോസ് ആയാലും മെസ്സേജസ് ആയാലും ട്രാൻസ്ഫർ പ്രോസസ്സിംഗ് നടക്കാതെ ഇരുന്നിരുന്നു. USB-യിലൂടെ മാത്രമാണ് നടന്നുകൊണ്ടിരുന്നത്. iOS 26.3 പുതിയ അപ്ഡേറ്റ് ട്രാൻസ്ഫർ ടു ആൻഡ്രോയിഡ് ഫീച്ചർ. സെറ്റിംഗ്സ് എടുക്കുക, ശേഷം ജനറൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ട്രാൻസ്ഫർ ടു ആൻഡ്രോയിഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം വയർലെസ് പ്ലസ് ബ്ലൂടൂത്ത് സപ്പോർട്ട് കൊടുക്കുക. മൂന്നാമത് USB കേബിൾ ഒന്നുമില്ലാതെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഗൂഗിളിൻ്റെ സ്വിച്ച് ടു ആൻഡ്രോയിഡ് പ്രോസസ്സിനോട് ആപ്പിൾ ബെറ്റർ കമ്പാരിറ്റി നൽകിയിരിക്കുകയാണ്. ഐഫോണിൽ നിന്നുള്ള ഫോട്ടോ, വീഡിയോ, കോണ്ടാക്റ്റ്, മെസ്സേജ്, വാട്സപ്പ് ഡാറ്റ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു ഈ ട്രാൻസ്ഫറിലൂടെ. ആപ്പിൾ ഇപ്പോൾ എക്കോസിസ്റ്റം ലോക്കിൻ അല്പം ലോസ് ചെയ്യുകയാണ്. യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ റെഗുലേഷൻസ് ആപ്പിളിനെ കൂടുതൽ ഓപ്പൺ ആക്കാൻ നിർബന്ധിതമാക്കുന്നു. യൂസർ ചോയ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടാണ് ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ആപ്പിളിൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളത് വലിയൊരു പണിയല്ലാതെയായി മാറിയിരിക്കുകയാണ്. iOS 26.3 എന്ന അപ്ഡേറ്റിൻ്റെ ബിഗ്ഗസ്റ്റ് ചേഞ്ചും ആകാം ഇത്. നിങ്ങൾ ആൻഡ്രോയിഡിലേക്ക് മാറാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? കമൻറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതിലും നല്ല മറ്റൊരു അടിപൊളി തകർപ്പൻ കില്ലർ വീഡിയോയുമായി വരുന്നതിലേക്കും ബൈ. സൈനിങ് ഓഫ്.